പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കായി കടുത്ത നിലപാടിലേക്ക് കടക്കാൻ CPI നേതൃത്വം. LDF പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചന. പിണറായി വിജയന്റെ ശൈലി അംഗീകരിക്കില്ല. പാർട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തി മുന്നണി എന്ന നിലയിൽ പോകേണ്ടെന്ന നിലപാടാണ് നേതാക്കൾ. കഴിവും യോഗ്യതയുമുള്ള ഒരുപാട് പേരുള്ള ഒരു പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വന്നത് 10 ദിവസമാണ്. പക്ഷെ 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇവർ എന്തൊക്കെയായിരുന്നു കളിയാക്കിയിരുന്നത്? അധികാരം കിട്ടിയപ്പോഴേക്ക് തമ്മിൽ തല്ല് തുടങ്ങി. തിങ്കളാഴ്ച VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ, ചൊവ്വാഴ്ച രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ, ബുധനാഴ്ച KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവട്ടെ, ഇവർ ഈ കളിയാക്കിക്കൊണ്ടിരുന്നതൊക്കെ ഇപ്പൊ ഇവരുടെ തന്നെ മൂട്ടിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF നല്ല ഒരുമയോടെ അതിഭംഗിയായിട്ട് ഭരണം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞ്. പക്ഷെ പ്രതിപക്ഷ ഉപനേതാവിന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ പിന്നെ ഈ ഇലക്ഷനിൽ LDF അടപടലം തോൽക്കാൻ കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തിയിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെയാണ് പ്രഖ്യാപിക്കുകയാണ്. അവിടെ പിന്നെ തെരഞ്ഞെടുപ്പോ ഉൾപാർട്ടി ജനാധിപത്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് വേറെ ആരെങ്കിലും ആവാൻ തമ്പ്ര സമ്മതിക്കൂല. എന്നാ പോട്ടെ, രണ്ടാമനുണ്ടല്ലോ ഉപപ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തിട്ട് ഇപ്പൊ 101 ദിവസം കഴിഞ്ഞു. ഉപപ്രതിപക്ഷ നേതാവ് ഇതുവരെ തീരുമാനമായിട്ടില്ല. അവർ തമ്മിൽ തല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിവുള്ള കുറേ ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇത് തെരഞ്ഞെടുക്കാൻ വൈകുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യായമുണ്ട്. ഇതിപ്പോ ആകെയുള്ളത് 35 എണ്ണം. അതിൽ നന്നു എന്ന് പറയാൻ ഇപ്പൊ ആരുള്ളത്? അതിന്റെ ഇടയിൽ DYFIന്റെ സംസ്ഥാന പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുത്തു. അതാണ് വേറെ തമാശ. ഇപ്പൊ CPMന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, DYFIന്റെ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം, SFIന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, ഇവരൊക്കെയാണ് ഇപ്പോ UDFന്റെ ഐശ്വര്യം. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഈ പാർട്ടി ഇനി തിരിച്ചു വരാതിരിക്കാനുള്ള സകലതും ഇവരെന്നെ ചെയ്തോളും. ഇനിയിപ്പോ സഖാക്കൾക്ക് ആകെ വഴിയുള്ളത് ഇപ്പൊ പുതിയ തുടങ്ങിയ പരിപാടി ഉണ്ടല്ലോ, അംഗനവാടി കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ഓൾക്ക് കുറെ കാര്യങ്ങൾ കാണാതെ പഠിപ്പിച്ച് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുക. ഇനി അതേ നടക്കുള്ളൂ. അതാകുമ്പോ ഇനി കുറെ കാലം കഴിഞ്ഞ് അവർ വളർന്ന് വലുതാവുമ്പോഴേക്കെങ്കിലും ഈ പാർട്ടി തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും വെക്കാം.